ഹലോ, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് മൈസൂർ കാലഭൈരവ ടെമ്പിളിൻ്റെ മുമ്പിലാട്ടോ. ഇവിടെ ഒരു ഓട്ടോഫീൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ടോ. ഇതാണ് ആ ടെമ്പിൾ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. മൈസൂറാണ്. മൈസൂർ പാലസിൽ നിന്നൊരു 4 കിലോമീറ്റർ അടുത്താണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു കാഴ്ചയും പിന്നെ ഇവിടെ തന്നെ ഒരു കിഷ്കിന്ധ മൂലിക ബോൺസായി ഗാർഡൻ ഉണ്ട്. അതേമാതിരി തന്നെ സുഗവന ഒരു പക്ഷി തത്തകളുടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ. നമുക്കെന്തായാലും പോയി കണ്ടു നോക്കാം. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ടെമ്പിളിലേക്ക് നടന്നു പോകുന്ന സൈഡിലെല്ലാം ഇങ്ങനെ ബോൺസായിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ബോൺസായിൻ്റെ കാഴ്ചകൾ കാണാം. ഈ സൈഡിലായിട്ട് നല്ല വീതിയുള്ള ഒരു വഴിയാണ് ഈ ടെമ്പിളിലേക്ക് പോകുന്നത്. വാഹനങ്ങളൊക്കെ നമുക്ക് അപ്പുറത്താണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നടന്ന് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പം ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നതല്ല. സൈഡിലെല്ലാം നല്ല ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെന്ന് കയറുന്ന ബോൺസായി ഗാർഡനിലേക്ക് കേട്ടോ. ഒരുപാട് വെറൈറ്റി ബോൺസായി ആണുള്ളത്. ഇത്രയധികം ബോൺസായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൈസൂർ വരുന്നവർ ഈ ഒരു കാഴ്ച മിസ്സാക്കരുത്. പാലസിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബോൺസായിയുടെ പലതരം വെറൈറ്റിയാണ്. അത്രയധികം ഉണ്ട്. ഒരു സ്റ്റാച്ചു ഉണ്ട്. ഒരുപാട് സ്റ്റാച്ചു ഒക്കെ ഉണ്ട് സൈഡിലൊക്കെ. ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. ഇവിടെ വരുന്നതിന് ടിക്കറ്റോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് കടന്നു വരാം. ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് മാത്രം. വളരെ അതുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ പുതിയതായി വരുന്ന ബോൺസായി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, ബുദ്ധൻ്റെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അല്ല, ഒരു ട്രീൻ്റെ വരച്ചിരിക്കുന്നുണ്ടോ, നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് അടുത്ത് കിടന്ന് സുഗവന പാർക്കിലേക്കാണ്. തത്തകൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കാണ്. ശരിക്കും അത് റീഹാബിലിറ്റേഷൻ സെൻ്ററാണത്, പക്ഷികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു അനുവാദമില്ല. അപ്പം നമ്മൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇവരുടെ ക്യാമറയുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷികളൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കും. അതിൻ്റെ പ്രിൻ്റ് നമുക്ക് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ അവർ തരുന്നതാണ്. ഇങ്ങനെ പക്ഷികളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാവുന്നതാണ്, ഫാമിലിയായിട്ട് കയറിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജ്യൂസിൻ്റെ കടയൊക്കെ ഉണ്ട്. പുറത്തിറങ്ങുന്ന വഴിക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ജ്യൂസെല്ലാം ഞങ്ങൾ കുടിച്ചു. ഇവിടെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടുന്ന സ്ഥലം കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഫോട്ടോ ഒരു പേയ്മെൻ്റ് ഉണ്ട്. അത് അടച്ചാൽ നമുക്ക് ഫോട്ടോ ഇവിടെ അനുവദിച്ച് തരുന്നതാണ്. കുറച്ച് വിശ്രമിക്കാനുള്ള ചെറിയ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പാർക്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു പാർക്കുള്ളത്. മൈസൂർ വന്നാൽ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളെല്ലാം കാണുക എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് സമയം വളരെ കുറവാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സമയം നോക്കി ഇതുപോലത്തെ മ്യൂസിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കാണാൻ ശ്രമിക്കുക. ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് അവിടെ. അതുപോലെ ഒരുപാട് സ്റ്റാച്ചു ആയിരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് പ്രതിമ. അതാ നല്ല മനോഹരമായ പ്രതിമകളൊക്കെയാണുള്ളത്. ഇതിനുള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. നമുക്ക് ഷോപ്പിംഗ് നടത്താവുന്നതാണ്. ടീഷർട്ട് അങ്ങനെ അവിടുത്തെ കുറേ വെറൈറ്റി
ഐറ്റംസ് ഉണ്ട്. ഷോപ്പിംഗ് നടത്തി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുതിരസവാരി ഉണ്ട്. ഇതിൻ്റെ മുൻവശത്ത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് താല്പര്യമുള്ളൊരു സംഭവമാണ് കുതിരസവാരി. അവിടെ അവരുടെ ആളുകളുണ്ട്, അവർ നമ്മൾ തന്നെ കുട്ടികളെ അവർ പിടിച്ച് ആണ് കുതിര സവാരിക്ക് കൊണ്ടുപോവുക. നമ്മുടെ 2 വാഹന്മാരുണ്ട്, അവർ നോക്കി നിൽക്കുന്നുണ്ട്. കുതിര സവാരിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് അവർ. അടുത്തത് അവരുടെ ഊഴമാണ്. അതിനുള്ളിൽ തന്നെ കുറച്ച് സ്ഥലത്താണ് ഇവർ കൊണ്ടുപോവുക. ഇതിന് 100 രൂപയാണ് ഒരാൾക്ക് കുതിര സവാരി നടത്താൻ. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. 2 പേര് കയറിയിട്ടുണ്ട്. അവരെന്നെ പിടിക്കുന്നുണ്ട്. അവർ പിടിച്ച് കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും നമ്മുടെ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുക നല്ലൊരു അനുഭവമാണ്. അപ്പം മറക്കരുത്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഇതാ ഗെയിമിൽ വിജയിച്ച ഒരു സന്തോഷം കണ്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം എപ്പോഴും പറയുന്നത് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.